ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. എന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ കണ്ടു, ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്പ്ഫുള്ളായി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ 2-3 ആൾക്കാർ വിളിച്ചിട്ട് ഒരു വണ്ടി വാഹനം വാങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് പെട്ടുപോയ ആൾക്കാരൊക്കെ തിരിച്ച് അഡ്വാൻസ് കൊടുത്ത്, അപ്പോൾ അങ്ങനെ കുറേ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലൂടെ നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചേട്ടൻ്റെ കെയർ ഓഫിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാൻഡ് ചേട്ടൻ്റെ കെയർ ഓഫിലും കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കെയർ ഓഫിലല്ല, നമ്മളുടെ തന്നെ ഗാരേജിൽ ടോമിൻ്റെ ഒരു വാഹനം നമ്മൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഗാരേജിൽ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു വണ്ടി ഇതേപോലെ തന്നെ സെയിലിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ഒരു വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. നമ്മൾക്കൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. അഥവാ പോരായ്മകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഈ വണ്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 2012 മാനുഫാക്ചറിങ് ചെയ്തിട്ട് 2013 മോഡൽ രജിസ്ട്രേഷനുള്ള ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു ഇത്. ഇപ്പം ഞങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഡൽഹി വാഹനങ്ങളാകുമ്പോൾ നോർമൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഏതൊരു വാഹനം വാങ്ങുമ്പോൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തു. സിൽവർ 1E7 എന്ന് പറഞ്ഞിട്ടുള്ള കളർ തന്നെയായിരുന്നു, സെയിം കളർ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ടൈപ്പ് 4 മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ 2012 മോഡൽ വാഹനമാണ്. ഹെഡ്ലൈറ്റ് ചെറിയ രീതിയിൽ മങ്ങിയ നിലയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം പുതിയത് സെറ്റ് ചെയ്തു. ഫോഗ് ലാമ്പ് ഡെല എന്ന് പറയുന്ന കമ്പനി ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തു. അതേപോലെ സൈഡ് വശങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഫുൾ പെയിൻറ്റിങ് സിൽവർ 1E7 എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. ബാക്കിലേക്ക് പോകണേ ഞങ്ങൾ ടൈലൈറ്റും അതേപോലെ തന്നെ ഡിക്കിയുടെ ക്രോമും ബമ്പറും റീപ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും റീപ്ലേസ് ഫുൾ പെയിൻറ്റിങ് ചെയ്തു. ആദ്യം ഒരു വണ്ടി നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും കൂടി ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഈ വണ്ടി നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് താല്പര്യമായിട്ടുണ്ടെങ്കിൽ റെഡി ടു യൂസ് എന്നൊക്കെ പറയില്ലേ, അതായത് ഈ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒന്നും ചെയ്യാനില്ല. മെക്കാനിക്കലായാലും അതേപോലെ തന്നെ പെയിൻറ്റിങ് ആയാലും അതേപോലെ തന്നെ കൺവേർഷൻ ആയാലും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മളൊരു വാഹനം ഇപ്പോൾ ടോമിൻ്റെ തന്നെ നിർബന്ധമായിരുന്നു, ഒരു വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ സെയിൽ ചെയ്യണം എന്നുള്ള നിർബന്ധം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഏതൊരു വാഹനം വാങ്ങുമ്പോഴും നമ്മൾ ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യുക, വണ്ടി ഡോറ് തുറക്കുക, ഫ്രണ്ട് ഡോറ് തുറക്കുക, ചാവി ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻജിൻ ലൈറ്റ് വരുന്നുണ്ട്, എയർ ബാഗിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, ബാറ്ററിയുടെ ലൈറ്റ് വരുന്നുണ്ട്, ഓയിലിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഡോർ പാഡ്, സീറ്റ് ബെൽറ്റ്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് അല്ലാണ്ട് വേറെ ഒരു ലൈറ്റും കാര്യങ്ങളില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ കുറേ ECM ആയാലും BCM ആയാലും അതേപോലെ തന്നെ സെൻസേഴ്സ് ആയാലും അതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരണമെങ്കിലാണ് ഇതിൽ വാണിംഗ് ലൈറ്റ് തെളിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു വാണിംഗ് ലൈറ്റ് ഇതിനില്ല എന്ന് മനസ്സിലാക്കാം. അതായത് ഇലക്ട്രിക്കൽ പരമായിട്ട് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾക്ക് ഇതിൻ്റെ എൻജിൻ ക്യാബിൻ തുറക്കാം. ഡൽഹി വാഹനങ്ങളൊക്കെ നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം വയറിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജോ ലൂപ്പിങ്ങോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. കാരണം ACM BCM യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഈ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ വണ്ടി തന്നു വിട്ടിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്, അതേപോലെ തന്നെ പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഈ വണ്ടിയുടെ എന്നല്ല, ഏതൊരു വണ്ടി ആയാലും ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഏതൊരു വണ്ടിയും നിങ്ങൾ എന്നിട്ട് പറയാം, ഏതൊരു വണ്ടി ആയാലും ഈ രീതിയിൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ലൂപ്പിങ് കാര്യങ്ങളൊന്നും നീറ്റാണ്. പിന്നെ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ വയർ എക്സ്ട്രാ നമ്മൾ വലിച്ചിട്ടുണ്ട്. ആ ഒരു വയറിങ് ഇവിടെ കാണുന്നുണ്ട് എക്സ്ട്രാ വയറിങ് ആയിട്ട്. ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. സെൻസേഴ്സും കാര്യങ്ങളൊന്നും വേറെ ലൂപ്പിങ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒറ്റ നോട്ടത്തിൽ. ഇതിൽ നമ്മൾ കൂളൻ്റാണ്, നോർമൽ ഹീറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കി വേണം തുറക്കാനായിട്ട്. കൂളൻറ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കൂളൻ്റ് നീറ്റാണ്. അത്യാവശ്യം സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു വണ്ടി തന്നെയായിരുന്നു. പിന്നെ ഇതിന് അഴുക്ക് പിടിച്ചിട്ടുണ്ട്, കാരണം ടിന്ന് മോശമായ കാരണമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, പിന്നെ ബാറ്ററിയും കാര്യങ്ങളും നമ്മുടെ ഗ്യാരേജിൽ ഇരിക്കുകയാണ്. ബാറ്ററി നമ്മുടെ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി നീറ്റ് ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡിസ്റ്റിക്ക് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഡീകംപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്മോക്കോ അല്ലെങ്കിൽ ഓയിലോ നമ്മൾക്ക് പുറത്തേക്ക് സ്മോക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്.
അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എൻജിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ എൻജിൻ്റെ വയറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എൻജിൻ ഡീകംപ്രഷൻ ആയിട്ടോ മറ്റുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ വണ്ടി എന്നല്ല, ഏതൊരു വണ്ടിയും നമ്മൾ ഈ രീതിയിൽ ചെക്ക് ചെയ്യണം നിങ്ങൾ. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ബോഡിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ വണ്ടി ഓൾറെഡി റീപെയിൻറ്റഡ് വണ്ടിയാണ്. ഇപ്പോൾ റീപെയിൻറ്റഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഇതൊന്നുമില്ല. ഇന്നറിലുള്ള ബീഡിങ് അയച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ റീപെയിൻറ്റഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റീപെയിൻറ്റഡ് ആണ് ഓൾറെഡി. അത് നമ്മൾ എന്തായാലും നമ്മളും പറഞ്ഞുള്ളൂ, വണ്ടി റീപെയിൻറ്റ് ചെയ്തതാണ്. 1.7 എന്നിട്ടുള്ള കളർ തന്നെയാണ് അടിച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ ഇതിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീറ്റും അപ്പോൾസറി ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ നമ്മളെ ഇന്നോവ മാതിരിയുള്ള വാഹനങ്ങളിൽ ഇവിടെ പെയിൻറ്റ്, സിൽവർ പെയിൻറ്റ് ഇങ്ങനെ ഒലിഞ്ഞു പോകല്ല, ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയ്ഡായി പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എയർ ബാഗിൻ്റെ യൂണിറ്റും ഈ ഒരു സൈഡിൽ പാനലും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സെൻറ്ററിലെ കൺസോളും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, ഇതിന് മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഒരു പാനലും പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം എന്തെങ്കിലും റീപ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഗ്ലാസ്സുകളാണ് അതിന് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിയ കാരണമാണ് റീപ്ലേസ് ചെയ്തത്. ഈ സാധനം നമ്മുടെ ഗാരേജിൽ ഇരിക്കുന്നുണ്ട്, റീപ്ലേസ് ചെയ്തത് 2022 കമ്പനി ഗ്ലാസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് ഗ്ലാസ്സുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കമ്പനി ഗ്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടർ ഗ്ലാസ് വരണമെങ്കിൽ ഈ ഒരു കോട്ടർ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടാൻ വേറെ ഒന്നുള്ള കാരണം, നമ്മളിപ്പോൾ ഡൽഹി വാഹനങ്ങളിലൊക്കെ ചാവിയൊക്കെ അകത്ത് വെച്ച് ലോക്ക് ചെയ്യുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള മെയിൻ സംഭവമാണ് ഈ ഗ്ലാസ് കുത്തിപ്പൊട്ടിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ കമ്പിട്ടിട്ട് ലോക്ക് ഓർക്കുക എന്നുള്ള പരിപാടി. ആ ഒരു കാരണത്താലാണ് ഇത് പൊട്ടിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇന്നർ പാനൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അയച്ച് കാണിച്ചിട്ടാണ്. നീ അപ്പുറത്തേക്ക് വന്നടാ. നമ്മൾ ഇന്നറിൽ ഇപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇത് മെക്കാനിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പരമായിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ട് ആണോ ഇത് റീപ്ലേസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. ഈ പാനൽ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. എടാ, ഈ ടാക്കും കാര്യങ്ങളൊക്കെ കമ്പനി ടാക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അപ്രാമോ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അത് റീഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഇല്ല. ഗ്ലാസ് മാറ്റാനുള്ള മേജർ ഇഷ്യൂവും കാരണത്താലല്ല ഗ്ലാസ് മാറ്റിയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ സെയിൽ ചെയ്യണ വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വ്യക്തമാക്കി തരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കാരണമാണ് ഞാനത് അയച്ചത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് അയക്കരുതിട്ടാ, അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്ലാസ് 2012, അതേപോലെ തന്നെ കോഡ് ഈക്വലാണ്. ഇവിടെയും അതേപോലെ തന്നെ 2012 ഗ്ലാസ് ഈക്വലാണ്. 2012 ഗ്ലാസ് ഓക്കെയാണ്. ഇതും 2012 ഗ്ലാസ്സാണ്, ഓക്കെയാണ്. ഇതും 2012 ആണ്. ഇതും 2012, ഇതും 2012, അതേപോലെ ഇതും 2012 ആണ്. ഈ ക്വാർട്ടർ ഗ്ലാസും 2012 ആണ്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഗ്ലാസ് ഫുള്ളും നമ്മളെ കമ്പനി ഗ്ലാസ് തന്നെയാണ്. ആകെ റീപ്ലേസ് ചെയ്യുന്നത് ഫ്രണ്ടിൽ മെയിൻ ഗ്ലാസും അതേപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ നമ്മളിപ്പോൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ഫ്ലോർ മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷാമ്പു വാഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലവർ ഈ ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അയച്ചു നോക്കും. എന്തെങ്കിലും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണിയെടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതും ചെക്ക് ചെയ്തു. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ബോഡിയാണ്. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ നോക്കി ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പൊക്കി നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അണ്ടർ ബോഡി ഇഷ്യൂസും കാര്യങ്ങളും ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് പറയാമല്ല, നമുക്കറിയാം, നമ്മളുള്ള കാര്യം തന്നെ പറയണത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാവുന്നതാണ്. പിന്നെ എന്തിട്ടേക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ നമ്മളിപ്പോൾ
അപ്പോൾ ബോഡി എൻജിൻ ചെക്ക് ചെയ്തു, വയറിങ് ചെക്ക് ചെയ്തു, ബോഡി ചെക്ക് ചെയ്തു. ഇനി ടയർ കണ്ടീഷനാണ്. ടയർ കണ്ടീഷൻ ഇങ്ങനെ വന്നാലും ഒരു 10-20,000 കിലോമീറ്റർ ഓടാവുന്നുള്ള ടയർ ഉണ്ട് അല്ലേ. 20,000-15,000 ഒക്കെ ഓടാവുന്നുള്ള ഒരു ടയർ കണ്ടീഷൻ ഉണ്ട്. യോക്കോമയുടെ ടയറാണ്. 4 യോക്കോമ വേണം അല്ല, ബാക്ക് അപ്പോളെ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് 2 യോക്കോമ അല്ലേ, ഫ്രണ്ട് 2 യോക്കോമയുടെ ടയറാണ്, ബാക്ക് 2 അപ്പോളയുടെ ടയറായിട്ടാണ് കിടക്കുന്നത്. ഹാൻഡിലുകളും കാര്യങ്ങളൊക്കെ ക്രോം ടൈപ്പ് ഹാൻഡിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ നിങ്ങളോട് പറയാം എത്രയൊക്കെയാണെന്ന്. വണ്ടിയുടെ ബോഡി കണ്ടീഷൻ നീറ്റാണ്, എൻജിൻ കണ്ടീഷൻ നീറ്റാണ്, വയറിംഗ് കണ്ടീഷൻ ഓക്കെയാണ്. ആകെ ഇതിൽ റീമാർക്ക് പറയാനുള്ളത്, അത് റീമാർക്കായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഫ്രണ്ട് ഗ്ലാസ് എന്നിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട വേറെ നിവർത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് ആരായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റീപ്ലേസ് ചെയ്തത് ഒരു മേജർ ആക്സിഡൻറ്റ് വന്നിട്ടല്ല റീപ്ലേസ് ചെയ്തതെന്ന്. നിങ്ങളിപ്പോൾ വാങ്ങാനായിട്ട് വരണമെങ്കിൽ ഒരു ടെക്നീഷ്യനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. കാരണം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് ഇൻസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ റീപെയിൻറ്റഡ് ആണെന്ന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കംപ്ലയിൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. റെഡി ടു യൂസ് എന്നൊക്കെ പറയില്ലേ, ഈ സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, വേറെ കംപ്ലയിൻ്റ് ഇല്ല. മെക്കാനിക്ക് എന്തിട്ടാണ് ചെയ്തിരുന്നത്? ഇതിൻ്റെ ബോൾ ജോയിൻറ്റ്, ഫ്രണ്ട് ബോൾ ജോയിൻറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ ഏകദേശം 13,000 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കൊണ്ടുതന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ആ ബോൾ ജോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് ഇനിയിപ്പോൾ വേറെ ഒരു പണിയിലില്ല. ആ ഗ്ലോ ബോക്സിൻ്റെ ഒരു ലോക്ക് പൊട്ടിയിട്ടുണ്ട്, അതും മാറുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. വേറൊരു കംപ്ലയിൻ്റ് ഇല്ല. നിങ്ങൾ ബുഷ്കിറ്റും മാറിയല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാം മാറിയിട്ടുള്ള നീറ്റായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ നിങ്ങൾ ഓടിച്ചു നോക്കുക, വന്ന് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും